ഹലോ. പറ. താനൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടിങ് വാ. സാറേ, എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? സാർ ഈ സ്റ്റേഷനിൽ ചാർജ് എടുക്കുന്നതിന് മുമ്പ് ഇവിടെ യാതൊരുവിധ പരാതികളില്ലായിരുന്നു. സാറ് ചാർജ് എടുത്ത് 3 ദിവസം കഴിഞ്ഞ് ഇവിടെ 300 പരാതികളായി. ഇവിടെ നല്ല നല്ല SI ചാർജ് എടുത്തു കഴിഞ്ഞാൽ 300 അല്ല, ചിലപ്പോ 3000 പരാതി വന്നിരിക്കും. അതിന് നാട്ടുകാരുടെ പരാതി എന്താണെന്ന് സാറിന് അറിയണ്ടേ? എന്താ നാട്ടുകാരുടെ പരാതി? സാറിനെ കുറിച്ചാണ്. എന്നെ കുറിച്ച് നാട്ടുകാർക്ക് എത്ര പരാതി? സാറ് പാവപ്പെട്ടവനെ നെഞ്ചത്ത് കയറുന്നു. എന്റെ പൊന്ന് സാറേ, വലിയ പണക്കാരൊക്കെ വലിയ അഴിമതി കാണിക്കുമ്പോ സാറെന്തിനാ ഈ പാവപ്പെട്ടവനെ നെഞ്ചത്ത് കയറുന്ന? കഷ്ടം. അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നാം ചെറിയ ഇരകളെ ഇട്ടിട്ടാണല്ലോ വലിയ മീനുകളെ പിടിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ചെറിയ ചെറിയ ആൾക്കാരിലേക്ക് പോലീസിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നറിയുമ്പോൾ വലിയ വലിയ ആൾക്കാർ അഴിമതി കാണിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മൾ ഇവരെ വിട്ടിട്ട് അവരെ അങ്ങ് പിടിക്കും. അതാണ് എന്റെ ഒരു രീതി. അങ്ങനെ വലിയരെ പിടിച്ചോണ്ടല്ലേ സ്വന്തം നാട്ടിൽ നിന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ച് ഈ പട്ടിക്കാട്ടി വന്ന് നിൽക്കുന്നത്. ഹലോ. ഓക്കെ, റെഡിയാക്കാം. ഓക്കെ, ശരി. ഇതെന്താ സാർ ഇത്? ഇത് ഡയറി. അതിന്റെ കാര്യമല്ല ചോദിച്ചത്. ഈ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ ഇങ്ങേയറ്റമായ തിരുവനന്തപുരം വരെ എന്താണ് സംഭവിക്കുന്നത്? സാർ ഒന്ന് മനസ്സിലാക്കണം. ഉഗാണ്ടയിൽ എന്താണ് സംഭവിച്ചത്? ഉറുഗ്വേയിൽ എന്താണ് സംഭവിച്ചത്? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. വളരെയധികം ബുദ്ധിമുട്ടത്തില്ലേ നമ്മുടെ ചെറുപ്പക്കാരി നാട്ടിൽ? അതുകൊണ്ടാണ് ഞങ്ങളുടെ സംഘടന ഇതിനെതിരെ വളരെയധികം പ്രവർത്തിക്കുന്നത്. സാറിനറിയോ, ഇന്ന് ഈ സംഭവം അറിഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ ഞാനിവിടെ എത്തിയതയോ എനിക്കൊരുപോലെ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല. തനിക്കൊന്ന് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങിക്കൂടായിരുന്നു? ഞങ്ങൾക്ക് ഇത്തിരി സമാധാനം കിട്ടിയാനായിരുന്നല്ലോ. അനാവശ്യം പറയരുത്. അതെന്താ? ഞാൻ ഇവിടുത്തെ ഒരു ലോക്കൽ നേതാവാണ്. അതെനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? ഞാൻ ഇവിടുത്തെ ലോക്കലാന്ന് മനസ്സിലായി, പക്ഷെ നേതാവാന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അതെ, നേതാവ് തന്നെയാണ്. ഇന്ന് വരെ ഇവിടെ ചാർജ് എടുത്തിട്ടുള്ള ഏതൊരു SIയും എന്നെ വീട്ടിൽ വന്ന് കാണാതെ ഇവിടെ ഡ്യൂട്ടിക്ക് കയറിയിട്ടില്ല. അറിയോ? അതെന്താ? സാറിന്റെ വീട്ടിൽ നിന്നാണോ യൂണിഫോം സപ്ലൈ ചെയ്യുന്നത്? സാർ അനാവശ്യം പറയരുത്. ഇന്ന് വരെ ഈ തടത്തിൽ ദിനേശനെ വീട്ടിൽ വന്ന് കാണാതെ ഒരു SIയും ഇവിടെ ചാർജ് എടുത്തിട്ടില്ല. സാർ എന്തിനാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ വന്നതിന്റെ ഉദ്ദേശം, എന്റെ ഒരു പയ്യൻ മിസ്റ്റർ ബൈജു, അവനെ നിങ്ങൾ സൈക്കിൾ മോഷണ കേസിൽ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവനെ സഹായിക്കാനാണ് ഞാൻ വന്നത്. അത് ശരി. ഞാനൂല് പൊല്ലിക്കുന്ന ചെറുക്കനെ വളരെ കഷ്ടപ്പെട്ട് ഈ വലിയ ശരീരവും വെച്ച് ഞാൻ പിടിച്ചതേ വളരെ ബുദ്ധിമുട്ടിയാ. അപ്പൊ എന്നെ സഹായിക്കാൻ ഒരു ലോക്കൽ നേതാവിനെ ഞാൻ കണ്ടില്ല. ഞാൻ അവനെ പിടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ അവനെയൊക്കെ സഹായിക്കാൻ വന്നിരിക്കുന്ന ഒരു ലോക്കൽ നേതാവ്. എടോ തടത്തിൽ ദിനേശ, എന്താ? തന്റെ ബൈജുവിനെ ഇവിടെ പിടിച്ചോണ്ട് വന്നതിന് അവൻ കാണിച്ച തോന്നിവാസം എന്തൊക്കെയാണ് തനിക്ക് അറിയാവോ? എന്താ? അവനെ ഇവിടെ പിടിച്ചോണ്ട് വന്നപ്പോ അവന്റെ അരയിൽ ഒരു പൈന്റ്. ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് നിന്ന 2 പോലീസുകാരും കൂടെ അതടിച്ച് ഫിറ്റായി പോയി. അതിനവൻ ചാവി എടുത്ത് ലോക്കപ്പ് തുറന്നിട്ട് 3 പ്രതികൾ ഒളിച്ചോടിപ്പോയി. അതിനാരും ഉത്തരവാദിത്വം പറയും? അതിനിടയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ സമാധാനം ഉണ്ടാക്കാം. താൻ പോയി അയാളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോടും. ഓക്കെ സാർ. അതായത് സാറേ, സാർ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താ? ഈ ബൈജു സൈക്കിൾ മോഷ്ടിച്ചതല്ല. അവൻ മദ്യപിച്ച് മതോന്മത്തനായി വന്നപ്പോൾ അവന്റെ സൈക്കിളിനടുത്തിരിക്കുന്ന മറ്റൊരു സൈക്കിൾ കണ്ട് അവന്റെ സൈക്കിളാന്ന് കരുതി തെറ്റിദ്ധരിച്ച് അവൻ എടുത്തോണ്ട് പോയതാണ്. റിയലി അവൻ നിരപരാധിയാണ്. അവന്റെ സൈക്കിൾ ഇപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ട്. എടാ, നിനക്കൊരു പേടിയില്ലേ? ഞാൻ നിന്റെ മേത്ത് മറിഞ്ഞു വിടണ ചത്തുപോകും. ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ എപ്പോഴാ എന്തിനാ ഇവിടെ കൊണ്ടുവന്നു? എടാ, നിനക്കൊരു ഓർമ്മയില്ല? ഓർമ്മയില്ലെന്നോ? കിടന്ന് ഉറങ്ങിക്കിടന്ന് എന്നെ ഇവിടെ കൊണ്ടുവരേണ്ട കാര്യം എന്താന്ന് ചോദിക്കുന്നു. ആരെടുത്തു വന്ന് പറഞ്ഞ നടന്നേ. ഇങ്ങോട്ട് പറയണ എന്തോന്നാ ഇത്? സാറ് പുതിയ സാറാ? മറ്റേ സാറ് പോയോ? മറ്റേ സാറൊക്കെ പോയി. ദിനേശ എന്താടാ ഇവിടെ? ഞാൻ നിന്നെ ഇറക്കാൻ വന്നതാ. അവിടെ സാർ പറഞ്ഞ ഇന്നലെ നീ അമ്പലത്തിന്റെ അവിടെ നിന്ന് ഹീറോയുടെ സൈക്കിൾ മോഷിച്ചോണ്ടൊന്ന് പരാതി കിട്ടിട്ടേ നിന്നെ പൊക്കിക്കൊണ്ട് വന്ന ഇവിടെ. മനസ്സിലായടാ നിനക്ക്? എടാ, അമ്പലത്തിന്റെ അവിടെ നിന്ന് ഹീറോയുടെ സൈക്കിൾ നീ മോഷിച്ചോണ്ട് പോകുന്നു ഒരു പരാതി കിട്ടിട്ടാ നിന്നെ പൊക്കി ഇവിടെ കൊണ്ടുവന്നു. നിനക്കറിയാവോ? ഹീറോയുടെ? നീ ഹീറോയുടെ സൈക്കിള്? എന്റെ പൊന്നു സാറെ, ദൈവത്തിനാണ് എനിക്ക് ഹീറോ അറിയത്ത് പോലും ഇല്ല. നിനക്ക് വെള്ളം അടിച്ച ഒരു കാര്യം അറിയത്തില്ലല്ലോ അല്ലേ? നീ ഇന്നലെ വെള്ളം അടിച്ചിട്ട് ഇവിടെ എന്തൊക്കെ തോന്നിവാസം കാണിച്ചെന്ന് നിനക്കറിയാം? ഞാനോ? ഈ മന്ത്രിമാർക്ക് ഫ്ലൈറ്റിൽ പോയി തോന്നിവാസം കാണിക്കാം, തന്ത്രിമാർക്ക് ഫ്ലാറ്റിൽ പോയി തോന്നിവാസം കാണിക്കാം. ഈ ഞാൻ 2 ബെഗടിക്കുന്നതാണ് ഇത്ര വലിയ തോന്നിവാസം. നീ ബെഗടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. എടാ, നീ ഈ സ്റ്റേഷന്റെ ലോക്കപ്പ് കിടന്ന 2 പ്രതികളെ വെള്ളം അടിച്ചിട്ട് ഇറക്കി വിട്ടോടാ. എടാ, സ്റ്റേഷന്റെ അകത്ത് ലോക്കപ്പ് കിടന്ന 2 പ്രതികളെ നീ വെള്ളം അടിച്ചിട്ട് ഇറക്കി വിട്ടോ. അത് പറ, ഇപ്പൊ ഓർമ്മയുണ്ട്. എന്തോന്നു? എന്റെ പൈൻറ്റിങ്ങോട്ട് കേൾക്കാൻ വേണ്ടി തന്നെ പറയാം. എന്റെ പൈൻറ്റ് അടിച്ച് മാറ്റിട്ട് എന്ത് വൃത്തിയാണോ കാണിക്കുന്നത്? ബഹുമാനപ്പെട്ട SI മുൻപാകെ അയ്യപ്പ ബൈജു ബോധിപ്പിക്കുന്ന അപേക്ഷ. എന്താ? ഞാൻ ഇന്നലെ സ്റ്റേഷൻ വന്നപ്പം എൻ്റെ അരയിൽ നിന്നൊരു പൈൻറ്റ് 2 പോലീസുകാർ കൂടി എടുത്ത് അത് കാണാനില്ല. അപ്പോൾ ദയവ് ചെയ്ത് സാറെ പൈൻറ്റ് കണ്ടുപിടിച്ച് ഈ ഉള്ളവനെയും ഈ ദിനേശനും വെറുതെ വിടണമെന്ന് താഴ്മയാ പിടിച്ചോളൂ. ദിനേശനെ വെറുതെ വിടണമെന്ന് നിന്നോട് ഞാൻ കാര്യം പറഞ്ഞേക്കാം. വൃത്തികെട്ട പരിപാടിയായിട്ട് മേലാൽ ഈ സ്റ്റേഷന്റെ പരിസരത്തെങ്ങാനും നിന്നെ കണ്ട ഇടിച്ച് ഞാൻ കൂമ്പ് ഞാൻ പാട്ടി കളയും.
ദൈവത്തിനാണ് ഞാനൊരു വൃത്തിയോടം ചെയ്തു. ഒരു വൃത്തികേടും ചെയ്യുന്നില്ല. വെള്ളം അടിക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലേ? നീ വെള്ളം അടിക്കണ്ട, നീ വെള്ളം അടിച്ചാലും ബഹള. അത് തന്നെ കാര്യം. ആഹാ, നിനക്കെന്നാ പറഞ്ഞ കേൾക്കാൻ മേലാത്ത? സാറേ എന്താ വേറെ പണിയൊന്നും എന്താടാ എന്താ നീ പൊറവർക്കുന്നുണ്ടാടാ? നീ പൊറവർക്കുന്നെന്താ? അല്ല, വെള്ളം അടിക്കത്തില്ലെന്ന് പറയായിരുന്നു. നീ അടിക്കണ്ട. അവൻ ഹീറോയുടെ സൈക്കിൾ മോഷ്ടിച്ചതും പോരാ. സാറേ അതൊക്കെ പോട്ടെ. ആ. ഇനി അവന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഇനി ഒരു പ്രശ്നം ഉണ്ടായാൽ എന്റെ കാര്യം ഞാൻ ഏറ്റു. എന്നാ? അല്ല, അവന്റെ കാര്യം ഞാൻ ഏറ്റു. ഏറ്റു. താങ്കൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ അവനെ വെറുതെ വിടാമെന്ന് തീരുമാനിച്ചത്. താങ്ക് യു. ഇങ്ങോട്ട് വന്നേ. ഇനി മേലാൽ ഈ വക എന്തെങ്കിലും വൃത്തികേടുമായിട്ട് നീ സ്റ്റേഷൻ അതിർത്തിയിലെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ പിന്നെ വെളിയിൽ വിടാൻ ദിനേശനല്ല ആരും എന്ന് പറഞ്ഞാൽ നിന്നെ വിടത്തില്ല, കേട്ടോടാ. കാണാവേ. ഏതാടാ ഇത്? വിട്ടോടാ. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. കാണാം. ഞാനൊരു പണി കൊടുത്തിട്ട് തന്നെ ബാക്കി കാര്യം. എന്റെ പൈന്റ് മേടിച്ചിട്ട് എന്റെ പള്ളക്കൂട്ടി മോനെ ഒന്ന് ഫോൺ ചെയ്യുവാണേ. ശരി. അയ്യോ, സൗണ്ടെങ്ങാനും കേട്ട. ഹലോ ഹലോ, SI സാറാണോ? സാറേ, ഞാൻ രാമൻ നായരാണേ. രാമൻ നായർ, തുണ്ടിപ്പറമ്പ് രാമൻ നായർ. തുണ്ടിപ്പറമ്പ്. സാറേ, എൻ്റെ കോമ്പൗണ്ടിൽ കയറി ഡെയിലി കുറെ ആൾക്കാർ ചീട്ട് കളിയാ സാറേ. എത്ര ശ്രമിച്ചിട്ട് അവരോടൊന്നും ഒഴിഞ്ഞു മാറുന്നില്ല സാറേ. സാറേ, എങ്ങനെയെങ്കിലും ഒന്ന് അവരെ ഒന്ന് മാറ്റിത്തരണം. ഒന്ന് മാറ്റിത്തരണം സാറേ. എന്ത് ചെയ്താലും അവര് പോകുന്നില്ല, അതുകൊണ്ടാ. സാറ് പെട്ടെന്ന് വരുമല്ലോ. 10 മിനിറ്റ് കൊണ്ടോ? 10 മിനിറ്റ് കൊണ്ട് വരുമല്ലോ. വരണേ, ഞാൻ അവിടെ കാണും. ശരി, ഞാൻ കാണാം. ശരി 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 ശരി, ഞാൻ അവിടെ കാണും കേട്ടാ. നമുക്ക് കാണാം. ചേട്ടാ, പൈസ തരാതെ പോകത്തില്ല മോനെ ഞാൻ. നീ നല്ലൊരു പ്രവൃത്തി ചെയ്തിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞു. പോലീസുകാർ വരുമ്പോ ഞാനാ ഫോൺ ചെയ്തെന്ന് പറഞ്ഞില്ല കേട്ടാ. കേട്ടാ, എന്റെ പുന്നാരക്കൂട്ടല്ലേ. ഓക്കെ, താങ്ക്സ്. ഇന്ന് പണി കൊടുത്തിട്ട് തന്നെ ബാക്കി കാര്യം. ഇവിടെ എവിടെയാണ് അവന്മാരുടെ കേന്ദ്രം? ബൈക്ക് പതുക്കെ നിർത്തി നടന്നു ചെന്നാലേ അവന്മാരെ പിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സാർ ബൈക്ക് ഒതുക്ക്, ബൈക്ക് ഒതുക്ക്. ഓക്കേ. പതുക്കെ പോ, പതുക്കെ. ഞാൻ സ്കൂട്ടായേ. ഞാനെന്താ മൂത്രം ഒഴിച്ചിട്ട് വരാം കേട്ടോ. പോലീസുകാരെ കൊണ്ട് തോറ്റു. ഇവന്മാരെ പിടിക്കുമല്ലോ. ഓടിക്കോടാ, പോലീസ് വരുന്നടാ, പിടിക്കോടാ. മാപ്പ്. എന്റെ പൊന്നു സാറേ, എന്നെ ഒന്നും ചെയ്യരുത്. അതിന്
ഞാനാരോ കൊന്നില്ലല്ലോ, പിന്നെന്തിനാ എന്നെ അറസ്റ്റ് ചെയ്തു? നീ ആരെ കൊന്നിട്ടില്ലേ? നീ ആരെ കൊല്ലണ്ടാ? നിന്നെ ഞങ്ങൾ കൊല്ലും. ഡാ, ഈ മഴയത്തിട്ട് ഓടിച്ചേന് നിനക്ക് പണി സ്റ്റേഷനിൽ ചെന്നിട്ട് തരാം. ഞാനും നനഞ്ഞല്ലോ, പിന്നെ ആണോ? നീ ഇങ്ങോട്ട് മാറി നിന്നെടാ. ഇല്ല. നീ എന്ത് വൃത്തികേടാണ് കാണിച്ചത്? ഞാൻ എന്നെ വൃത്തിയുടെ, നിങ്ങളല്ലേ വൃത്തിയുടെ കാണിച്ചത്? വൃത്തികേട് കാണിച്ചത് ഞാനെന്റെ ഈ വൃത്തിയായിട്ട ശരീരം അറയ്ക്കുന്ന ഷർട്ട് നിങ്ങളല്ലേ ഊരിയെടുത്ത്. നിങ്ങൾക്കിപ്പോ എന്താ വേണം? എന്റെ അണ്ടർ വേണം. നിന്റെ ഡാ, 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 ഞങ്ങൾ ആ ചീട്ട് കളിക്കാരെ പിടിക്കാൻ വന്നപ്പോ നീ ബഹളം വെച്ചോണ്ടല്ലോ അവർ ഓടിയത്. ഏ? ചീട്ട് കളിക്കാരെ പിടിക്കാൻ വന്നപ്പോ നീ ബഹളം വെച്ചോണ്ടല്ലോ അവർ ഓടിയത്. ആണാ? ആ. ഞാൻ ബഹളം വെച്ചോണ്ടൊന്നുമില്ല. പിന്നെ? നിങ്ങളെ കണ്ടപ്പോഴാണ് അവർ ഓടിയത്. ഞങ്ങളെ കണ്ടപ്പോഴോ? ആ, പോലീസുകാരെ കണ്ട ഏത് ചീട്ടുകളിക്കാരും ഓടും. അത് പ്രകൃതി നിയമം. ആണോ? ആ, ഡാ, ആ ചീട്ട് കളിക്കാരെ കൊണ്ട് ശല്യം മൂത്തിട്ട് ഈ സ്ഥലത്തിന്റെ ഓണർ ഫോൺ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇവിടെ വന്നത്. അവരെ നീ ബഹളം വെച്ച് ഓടിച്ചില്ലേടാ. സയൻസ്. ആ. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടേ? ഞങ്ങൾക്ക് ചീട്ട് കളിക്കാരെ പിടിക്കണം. നിങ്ങൾക്ക് ഇതല്ലേ വേറെ ചീട്ടുകൾ കാണിച്ചെന്നാ പോരെ? ആ, അപ്പൊ അത് ശരി. അപ്പൊ ഏരിയ മുഴുവൻ ചീട്ടുകളിയാണല്ലേ? ആണെന്ന്. അത് ശരി. ഇതല്ലേ വേറെ സെറ്റും. അതുപോലെ അത് മതി. ഫോളോ മീ. ആഹാ, ഇന്ന് അവനെയൊക്കെ പിടിച്ചിട്ട് തന്നെ എന്നാ നോക്കി ഇങ്ങോട്ട് വരുന്നില്ല. ആ, ആ, ആ. വണ്ടിയിലോട്ട് കയറാം. ഏ? വണ്ടിയിലോട്ട് കയറാൻ. അയ്യോ, ഇതാണ് ജീപ്പ് ആ കൊണ്ടുവന്നില്ല. ജീപ്പൊന്നുമില്ല, നീ അതിലോട്ട് കയറിയാ മതി. ജീപ്പ് കൊണ്ടുവന്നില്ല. ഇല്ല. ഇതേ ഞാൻ കയറത്തില്ല. ആ, എന്താ? ഇതേ വല്ല ഓവർലോഡും വെച്ച വല്ല പോലീസുകാരും പിടിച്ച. ആ, ഞങ്ങള് പോലീസുകാരാ, വേറെ പോലീസൊന്നും പിടിക്കുന്നില്ല. നീ അങ്ങോട്ട് കയറിക്കേ. ഓ, നിങ്ങൾ പിന്നെ പോലീസുകാരാണല്ലോ. പോലീസുകാർക്ക് എത്ര ലോഡ് വേണമെങ്കിലും വെക്കാലോ, വെക്കാലോ, വെക്കാലോ. വാചടിക്കാം. വണ്ടിയിലോട്ട് കയറാം. അങ്ങോട്ട് കയറിക്കേ. സാറ് കയറിക്കോ. നീ കയറിക്കടാ അങ്ങോട്ട്. ഞാൻ കയറാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്താ? ലൈസൻസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഇടിക്കുന്ന നക്ഷത്രം ഇടിക്കുന്നവരുടെ ചിഹ്നമാണോ സാറേ ഇത്? അന്യന്മാരുടെ ഒരു ചീട്ടുകൾ പോക്കില്ലാതെ. വാ, ഇങ്ങോട്ട് വാ. സാറേ പോലെ അവൻ ചീട്ട് കളിക്കാരെ പൊക്കാൻ വേണ്ടി നമ്മളെ കൊണ്ടുവന്ന സ്ഥലം കണ്ടോ? മെട്രോ ക്ലബ്. എന്റെ സാറേ, ഇത് മാന്യന്മാര് മാന്യമായിട്ട് ചീട്ട് കളിക്കുന്ന സ്ഥലമാ. അവൻ നമുക്കിട്ട് പണി തരാൻ വേണ്ടി തന്നെ കൊണ്ടുവന്നല്ലേ? ആ. ഇവനെ ഇന്ന് ഞാൻ താൻ പാടും. എന്താണോ നോക്കി നിൽക്കുന്നത്? ഈ വൃത്തിയായിട്ടോ കാണിക്കുന്നത് കണ്ടില്ല? സോറി സാർ. കണ്ടോ, പിടിച്ചു കൊടുത്ത എനിക്ക് അടി, പിടിക്കപ്പെട്ട ഇവർക്ക് സല്യൂട്ടും. ഇതാ പറഞ്ഞ പണത്തിന് മീതെ പരുന്തും പറക്കത്തില്ല.